മാർപ്പാപ്പയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിൽ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ബോസ്കോ പുത്തൂർ പിതാവാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള ഈ വൈദികർക്ക് കൂദാശ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. കൂദാശ വിലക്ക് ഏർപ്പെടുത്തിയ അധികാരിക്കോ അല്ലാത്ത പക്ഷം അതിന് മുകളിലുള്ള അധികാരിക്കോ ആണ് കൂദാശ വിലക്ക് പിൻവലിക്കാൻ കാനോനികമായി അധികാരം ഉള്ളത്. അപ്രകാരം കൂദാശ വിലക്ക് പിൻവലിച്ചില്ല എങ്കിൽ ആയതിന്റെ ഡിക്രി നിയമപ്രകാരം പുറപ്പെടുവിപ്പിക്കുകയും അവർ തന്നെയാണ് ഇപ്പോൾ മാർപ്പാപ്പയുടെ നേരിട്ടുള്ള ഭരണം പിൻവലിച്ച് മേജർ ആർച്ച് ബിഷപ്പിന്റെയും വികാരിയുടെയും ഭരണത്തിലാക്കിയതിനാലും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ മുകളിലുള്ള അധികാരി മാർപ്പാപ്പയായതിനാലും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ മുകളിലുള്ള അധികാരിയായ മാർപ്പാപ്പയ്ക്കാണ് കൂദാശ വിലക്ക് പിൻവലിക്കാനും അത് സംബന്ധമായ ഡിക്രി പുറപ്പെടുവിപ്പിക്കാനുള്ള കാനൂനിക നിയമപ്രകാരമുള്ള ചുമതലയുള്ളത്. മേജർ ആർച്ച് ബിഷപ്പിനോ വികാരിക്കോ കൂദാശ വിലക്ക് പിൻവലിക്കാനോ പിൻവലിച്ചതായുള്ള ഡിക്രി പുറപ്പെടുവിപ്പിക്കാനോ ഉള്ള അധികാരം കാനൂനിക നിയമപ്രകാരം ഇല്ല. അതിരൂപതയിൽ നിന്നുള്ള കൂരിയയുടെ അറിയിപ്പ് എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് സത്യവിരുദ്ധമാണ്. കാനോനിക നടപടികൾ അവസാനിപ്പിച്ചതായി ട്രൈബ്യൂണലിൽ നിന്ന് ഈ നിമിഷം വരെ യാതൊരു അറിയിപ്പും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂരിയയുടെ അറിയിപ്പ് കുറ്റകരവും കാനോനിക നിയമപ്രകാരമുള്ള നടപടികൾ ക്ഷണിച്ചു വരുത്തുന്നതും വ്യാജവുമാണ് എന്ന് വിശ്വാസികൾ തിരിച്ചറിഞ്ഞു. വിശ്വാസികൾക്ക് ഇപ്പോഴും മനസ്സിലാകാത്തുള്ള കാര്യം ഇവരുടെ ശിക്ഷാ നടപടികൾ എങ്ങനെയാണ് പൂർത്തീകരിച്ചത് എന്നുള്ളതാണ്. എന്ത് നടപടിക്രമങ്ങളാണ് അതിനുവേണ്ടി സ്വീകരിച്ചത്? ഇവയൊന്നും വ്യക്തമാക്കാതെയും ബന്ധപ്പെട്ട രേഖകൾ പുറത്തുവിടാതെയും ഇങ്ങനെ ഒഴുക്കൻ മട്ടിൽ പറഞ്ഞാൽ മതിയോ? കൽപ്പന പുറപ്പെടുവിപ്പിക്കുന്നതും ഞാൻ, പിൻവലിക്കുന്നതും ഞാൻ എന്നുള്ള രീതിയിൽ മതിയോ? അങ്ങനെയുള്ള സമൂഹത്തിൽ നിയമവാഴ്ച ഉണ്ടാകുമോ? ഏത് സംവിധാനത്തിലും നിയമവാഴ്ച തകർന്നാൽ ഭരണസമിതിക്ക് തുടരാൻ കഴിയുകയില്ല. സഭ എറണാകുളം അതിരൂപതയ്ക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ട്രിബ്യൂണൽ സ്ഥാപിച്ചു. അതിന്റെ വിധി സഭാ തലവൻ തന്നെ അവഗണിച്ചു. ഇപ്പോൾ ആ ട്രിബ്യൂണലിന്റെ സ്ഥിതി എന്താണ് എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അവിടെ നിയമവാഴ്ച ഉണ്ട് എന്ന് പറയാൻ സാധിക്കുമോ? ഏകീകൃത കുർബാന എന്ന സിനഡ് തീരുമാനം നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അവസാനത്തെ മാർഗനിർദ്ദേശങ്ങൾ പോലും ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് എന്നുള്ളതാണ് അവകാശപ്പെടുന്നത്. അതിന്റെ 10-ാം വകുപ്പ് അനുസരിച്ച് ഏകീകൃത കുർബാന നടക്കുന്ന പള്ളികളിൽ അത് തടസ്സം കൂടാതെ നടക്കണം. പൗരസ്ത്യ കാനോന സംഹിതയിലെ 985-ാം കാനോനയുടെ 2-ാം ഖണ്ഡികയിൽ പറയുന്നത് മേലധികാരിയുടെ നിയമത്തിന് വിരുദ്ധമായ ഒരു നിയമം സാധുവായി നടപ്പിലാക്കുവാൻ താഴ്ന്ന നിയമദാതാവിന് സാധ്യമല്ല എന്നുള്ളതാണ്. സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാന അർപ്പണ രീതി എങ്ങനെയായിരിക്കണം എന്നുള്ളത് സീറോ മലബാർ സഭയുടെ നിയമനിർമ്മാണാധികാരം കൈകാര്യം ചെയ്യുന്ന സിനഡ് തീരുമാനിച്ചു തന്നിട്ടുള്ളത് അത് കത്തോലിക്ക സഭയുടെ പരമോന്നത അധികാരം കൈയാളുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ പലതവണ ആവർത്തിച്ച് ഉറപ്പിച്ച് വ്യക്തമാക്കിയിട്ടും ഉള്ളതാണ്. ആഴ്ചയിൽ ഒരു നേരം നിയമം അനുസരിച്ചാൽ പിന്നെ ആഴ്ചയിൽ 6 ദിവസവും നിയമവിരുദ്ധ പ്രവർത്തനമാകാം എന്ന് പറയുന്ന ഉന്നത അധികാരികളുടെ ധാർമ്മികതയും നിയമത്തോടുള്ള കൂറും ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്.